നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് വിഷ്ണു. ഞാൻ കൊല്ലം ജില്ലയിലെ പരവൂര് മാവിൻമൂട് പശുക്കളെ വളർത്തുകയും അതുപോലെ തന്നെ വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 6 വർഷങ്ങൾക്ക് മുന്നേ ഒരു കർഷകനായിരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുമായിരുന്നു ഇവിടെ വളർത്താൻ വേണ്ടി പാൽ കച്ചവടത്തിന് വേണ്ടിയും പശുക്കളെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അത്തരം പശുക്കൾക്ക് നല്ല കറവ കിട്ടിയിരുന്നു. കറവ കിട്ടിയതിന്റെ ഫലമായിട്ട് ഒരുപാട് കർഷകര് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, പശുക്കളെ തമിഴ്നാട്ടിൽ പോയി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കും കൊണ്ടുവരണം ഒന്നോ രണ്ടോ പശുക്കളെ. അങ്ങനെയാണ് കൊണ്ടുകൊടുത്ത് ഈ ഫീൽഡിൽ, കച്ചവടം എന്ന് പറയുന്ന ഫീൽഡിൽ ഈ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള ഞാൻ കടന്നു വന്നത്. അപ്പോൾ നല്ല കറവ പശുക്കളെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, പാലിന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കാത്തത്. തമിഴ്നാട്ടിൽ നിന്നും പ്രസവിച്ച പശുക്കളെ നമുക്ക് ഗ്യാരണ്ടിയോടുകൂടി എടുക്കാൻ പറ്റത്തില്ല. ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പ്രസവിച്ച പശു ആയിരിക്കത്തില്ല, കുട്ടിയെ ഒട്ടിച്ചതായിരിക്കും. അപ്പോൾ നിറചന പശുവിൽ അത്തരം കള്ളത്തരങ്ങൾ കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രസവിക്കാൻ ഒരാഴ്ച മുതൽ 15 ദിവസമുള്ള പശുക്കളെ കൊണ്ടുവരും. അത്തരത്തിലുള്ള പശുക്കളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങി വരുമ്പോൾ അവർ നമ്മുടെ തീറ്റയുമായിട്ട് ഇണങ്ങും. തൈലേറിയ, ബബീഷ്യോസിസ് പോലുള്ള രോഗങ്ങൾ വരുന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചെനപ്പശുക്കളെ കൊണ്ടുവരുന്നത്. ചെനപ്പശുക്കളെ ഞാൻ കറവ കാണാത്തത് കൊണ്ടാണ് പാലിന്റെ അളവ് പറയാത്തത്. 6 വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു കർഷകനായിരുന്നപ്പോൾ എനിക്ക് 18ഉം 20ഉം 22 ലിറ്റർ പാല് കിട്ടിയത് എത്തരത്തിലുള്ള പശുവാണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള പശുക്കളെയാണ് ഞാൻ ഇപ്പോഴും കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത്. ഒരുപാട് തടിച്ചു കൊഴുത്ത് ആന പോലിരിക്കുന്ന പശുക്കൾക്ക് പാല് കിട്ടണമെന്ന് നിർബന്ധമില്ല. ആരോഗ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ രോഗമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒത്തിരി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ ആഴ്ചയിൽ വന്ന നല്ല സുന്ദരിമണികളായിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല കറവ കിട്ടാനുള്ള പശുക്കളുടെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. സിന്ധി, റെഡ് സിന്ധി ഇനത്തിൽപ്പെട്ട നല്ല ഒരു പശുവാണ്. നല്ല ഒരു റെഡ് സിന്ധി ക്രോസ്. റെഡ് സിന്ധിയിൽ ചെറിയ രീതിയിൽ ജേഴ്സി ക്രോസ് കയറിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ്. അത് മാത്രമല്ല, തട്ടും മുട്ടും കുത്തുമൊന്നുമില്ല. നല്ല തീറ്റയും കൂടി, നല്ല ഹെൽത്തി. അതുപോലെ തന്നെ നമ്മുടെ വെയിലും നമ്മുടെ ചൂടും തണുപ്പും എല്ലാം പ്രതിരോധിക്കാൻ പറ്റിയ പശു. ഇങ്ങനെയുള്ള പശുക്കളെ ഞാൻ എടുത്തുകൊണ്ട് വരത്തോളൂ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് നിൽക്കുമ്പോഴും കർഷകന്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴും വ്യത്യാസം എന്താണ്? നഷ്ടം വന്നാൽ എനിക്ക് നഷ്ടം വരും, നഷ്ടം സംഭവിച്ചാൽ അവർക്ക് നഷ്ടം സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് നല്ല ആരോഗ്യമുള്ള പശുക്കളെ ഞാൻ വെറുതെ പോയി മോഷ്ടിച്ചുകൊണ്ടിരുന്ന സാധനമല്ല. തമിഴ്നാട്ടിൽ പോയി എന്റെ കയ്യിൽ ബദലായിട്ട് പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നല്ല പശുക്കളെ ഞാൻ എടുത്തോണ്ട് വരത്തുള്ളൂ. എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള നല്ല പശുക്കളെ ഞാൻ കൊടുക്കത്തുള്ളൂ. പശുവിനെ എപ്പോ നോക്കിയെടുക്കുമ്പോഴും നല്ല പാൽഞ്ഞരമ്പും നല്ല അകിട് കപ്പാസിറ്റിയും ഒക്കെ ഉള്ള, നല്ല തീറ്റയും കൂടിയും നല്ല രീതിയിലുള്ള പശുക്കളെ എടുക്കത്തുള്ളൂ. നിങ്ങൾ പശുക്കളെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. നല്ല കറവ പശുക്കളെ. അപ്പോൾ വിഷ്ണു വി എസ് ഡയറി ഫാമിൽ ഈ ആഴ്ച വന്നിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പുല്ല ജേഴ്സി പശുവാണ്. കേരളത്തിലെ ആളുകൾക്ക് നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പശുവാണ് പുല്ല ജേഴ്സി. അതുമല്ലെങ്കിൽ ചന്ദനമരി എന്ന് പറയും. പാലെന്ന് പറയുന്നത് നല്ല നറു നെയ്യുടെ മണമുള്ള നല്ല പാലാണ്. ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ പ്രസവമാണ്. നിറച്ചെനയാണ്. ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കാൻ ശേഷിയുള്ള നല്ലൊരു കറവ പശു, ചെനപ്പശുവാണ്. മാത്രവുമല്ല, കറവ പശുക്കളുടെ ഈ തോലിന്റെ കട്ടി നല്ല മിനുസമുള്ള തൊലിയായിരിക്കും. അതുപോലെ നമ്മൾ അതിന്റെ ദേഹത്ത് തടവിക്കഴിഞ്ഞാൽ ഒരു രോമം പോലും വരത്തില്ല. അത് ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യമുള്ള പശുവിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ കൊമ്പിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയും. ഈ കൊമ്പ് നേരെ ചുറ്റി ഈ നെറ്റിയിൽ ചുഴിയുള്ള പശുവിന്റെ ഇവിടെ തന്നെ വരണം. അങ്ങനെയുള്ള പശുവിന് നല്ല കറവ കിട്ടും. കറവയിൽ നമ്പർ 1 ആയിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, അനുഭവത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് കുളമ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കൊമ്പിന് നല്ല പാല് കിട്ടും. അപ്പൊ നല്ല ഒരു ചന്ദനമാരിയാണ്, അല്ലെങ്കിൽ പുല്ലാ ജേഴ്സിയാണ്. അപ്പൊ നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഈ പശുവിനെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ആഴ്ചയിൽ തന്നെ നമ്മുടെ കൊല്ലം പരവൂരുള്ള വിഷ്ണു വി എസ് ഡയറി ഫാമുമായിട്ട് എന്താ ഒരു തലയെടുപ്പാ. കൊല്ലം പരവൂരുള്ള വിഷ്ണു വി എസ് ഡയറി ഫാമിലെ നല്ല സുന്ദരിയായിട്ടുള്ള വേറൊരു പശു, രണ്ടാമത്തെ പശുതാ ജേഴ്സി സിസ് ബ്രൗൺ ഇനത്തിൽപ്പെട്ട നല്ലൊരു പശുവാണ്. ഇപ്പോൾ ഒരു നിറച്ചെനയാണ് കേട്ടോ. സിസ് ബ്രൗൺ ഉള്ളത് കൊണ്ട് തന്നെ നല്ല പാല് കിട്ടും. അത് മാത്രമല്ല, ഈ ഒരു പശുവിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് പലകക്കൊമ്പാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കാറുണ്ട്, വിഷ്ണു ഞങ്ങൾക്ക് പലകക്കൊമ്പുള്ള പശുവിനെ വേണം. ഈ പലകക്കൊമ്പുള്ള പശു എന്ന് പറയുമ്പോൾ നല്ല പ്രതിരോധമായിരിക്കും. അതുപോലെ നല്ല കട്ടിപ്പാലായിരിക്കും. പ്രതിരോധം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും പിടിക്കത്തില്ല. നമുക്ക് ഈ മഴയായാലും വെയിലായാലും തണുപ്പായാലും ഒക്കെ ഇവർ പുറത്ത് നിൽക്കും. നല്ല പശുവാണ്. നല്ല അകിട്, നല്ല കാമ്പ്, നല്ല പാലിഞ്ഞരമ്പ് ഒക്കെ ഉണ്ട്. ആ തീറ്റ തിന്നാവുന്ന കുഴപ്പമില്ല. കൊടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ഈ എരിപൊടിയാണി വെയിലത്ത് നല്ല ജില്ലായിട്ട് നിൽക്കുക എനിക്കൊപ്പം. അപ്പൊ ഈ പശു, ഇങ്ങനെയുള്ള ആരോഗ്യമുള്ള പശുക്കളെ മാത്രമേ വിഷ്ണു വി എസ് ഡയറി ഫാമിൽ നിന്നും വിഷ്ണു ആർക്ക് കൊടുക്കത്തുള്ളൂ? എപ്പോഴും കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്.
അപ്പോ ഇതുപോലുള്ള പശുക്കളെ വേണ്ടവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ കേരളത്തിൽ എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കും. പിന്നെ പശുക്കൾക്ക് തമിഴ്നാട് പശുക്കൾക്ക് അസുഖമാണ്, തമിഴ്നാട് പശുക്കളെ എടുത്താൽ പരാജയം സംഭവിക്കും എന്ന് പറയുന്ന ഒരു ശുദ്ധ മണ്ടന്മാരാണ്. അത് ആരും വിശ്വസിക്കരുത്. തമിഴ്നാട്ടിലെ ഈ ഒരു പശുക്കുട്ടി ജനിച്ച് അത് വലുതായി അവിടെ മതിലക്ഷണം കാണിച്ചു, അതിനെ കുത്തിവെച്ചു, ചെനയായി, ഇതിപ്പോ രണ്ടാമത്തെ നിറചനയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ അസുഖമുള്ള ഒരു പശുക്കുട്ടി എങ്ങനെ പശുവായി മാറി? കാലാവസ്ഥ മാറുമ്പോൾ പശുക്കൾക്ക് സ്വാഭാവികമായ അസുഖം ഉണ്ടാവും. ഞാനും 2 ദിവസം മുന്നേ തമിഴ്നാട്ടിൽ പോയാൽ ചിലപ്പോൾ എനിക്കും അസുഖം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ വന്ന് 1-1.5 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വെറ്റിനറി ഡോക്ടറെ കണ്ടാൽ മാത്രം മതി. അല്ലാതെ പശുവിന് യാതൊരു കുഴപ്പവും ഇല്ല. അപ്പൊ നല്ല പശുക്കളെ വേണ്ടവർ നമ്മുടെ വിഷ്ണു വി എസ് ഡയറി ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യുക.